ഇതാണ് ഇത്രയും കാലം നമ്മൾ കാത്തിരുന്ന ടി വി എസിൻ്റെ ആദ്യത്തെ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ TVS Apache RTX 300. ഈ ഒരു വണ്ടിയിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞാൽ, ഫ്രണ്ടിൽ വിൻഷീൽഡ് വരുന്നുണ്ട്, അതിന് താഴെയായിട്ട് ഒരു ക്ലാസ് D LED ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. 4-port LED ഹെഡ് ലാമ്പാണ് വിത്ത് DRLs. ഈ DRLസിന് ആനിമേഷൻ വരുന്നുണ്ട്. ഓൺ ആക്കുമ്പോഴത്തേക്ക് തെളിഞ്ഞ് വരുന്ന രീതിക്കുള്ളൊരു ആനിമേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഇത് ഫോളോ മീ ഹെഡ് ലാമ്പ് ഫംഗ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ കീ ഓഫ് ആക്കി, എന്നാലും ഈ ലൈറ്റ് കുറച്ച് നേരത്തേക്ക് കത്തി കിടക്കും, എന്നിട്ടേ ഓഫ് ആക്കുള്ളൂ. സോ നമുക്ക് വീട്ടിൽ കയറി പോകാനായിട്ടുള്ള വെട്ടവും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടും. തിരിച്ചുണ്ടാക്കുമ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന രീതിക്കാണ് ഇതിൻ്റെ ആ ഒരു പരിപാടി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പാണ്. രാത്രി ആയി കഴിഞ്ഞാൽ തന്നെ അത് ഓൺ ആയിക്കോളും, നമ്മൾ ഓൺ ആക്കേണ്ട ആവശ്യമില്ല. ആ ഫംഗ്ഷൻ വേണമെങ്കിൽ നമുക്ക് ഓഫ് ആക്കി ഇടാൻ സാധിക്കും. അതുപോലെ തന്നെ സ്പീഡിനനുസരിച്ച് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒരു ഫംഗ്ഷനും കൂടെ ഈ ഒരു ഹെഡ് ലാമ്പിൽ വരുന്നുണ്ട്. ഫ്രണ്ടിൽ നിന്ന് കാണാനുള്ള ലുക്ക് നിങ്ങൾ തന്നെ എങ്ങനെയുണ്ടെന്നുള്ള കമൻറ്റ് ചെയ്യുക. എനിക്കിപ്പോൾ അഭിപ്രായമൊന്നും പറയാൻ സാധിക്കില്ല, കാരണം എംബാർഗോ പീരീഡിലാണ് നിൽക്കുന്നത്. 10 ഇൻഡിക്കേറ്റേഴ്സിലെ LED ആണ്. നമുക്ക് റോണിലൊക്കെ വരുന്ന പോലെയുള്ള പ്രീമിയം ടൈപ്പ് 10 ഇൻഡിക്കേറ്ററാണ് വന്നിരിക്കുന്നത്. ഇനി ടെയിൽ ലാമ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മിനിമൽ ആയിട്ടുള്ള, ക്യൂട്ടായിട്ടുള്ള, സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. താഴേക്ക് കൊടുത്തിരിക്കാനുള്ള കാരണം, മേളിൽ ലഗേജും ബോക്സും ഒക്കെ വെക്കുമ്പോഴത്തേക്ക് ചിലപ്പം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വിഷൻ ബ്ലോക്ക് ആയി പോകും. സോ അതിനാണ് ഇങ്ങനെ ഇറക്കി അഡ്വഞ്ചർ ബൈക്കിൽ നമുക്ക് ടെയിൽ ലാമ്പ് കാണാൻ സാധിക്കുന്നത്. ടയർ കാണില്ല ബാക്കിലത്തെ 150 mm ബ്ലോക്ക് പാറ്റേൺ ടയറാണ് വന്നിരിക്കുന്നത്. അതും 17 ഇഞ്ച് അലോയ് വീൽസിലാണ് ഈ ഒരു ടയർ വന്നിരിക്കുന്നത്. ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 110 സെക്ഷൻ്റെ ബ്ലോക്ക് പാറ്റേൺ ടയറാണ് വന്നിരിക്കുന്നത്. അത് 19 ഇഞ്ചിൻ്റെ അലോയ് വീൽസിലാണ് വന്നിരിക്കുന്നത്. യെസ്, അലോയ് വീൽസ് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ, സ്പോക്ക് വീൽസ് അവൈലബിൾ അല്ല. അതെന്തുകൊണ്ടാണ്, എങ്ങനെയാണെന്നുള്ളത് ഞാൻ റിവ്യൂ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പം നിങ്ങൾ ഇതൊന്നും അറിഞ്ഞിരിക്കുക. സസ്പെൻഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു BTO വെർഷനിൽ വന്നിരിക്കുന്നത് 41 mm USD സസ്പെൻഷനാണ്. WP-യുടെ സസ്പെൻഷനാണ്. അത് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന എൻഡ്യൂറൻസ് ആണ്. സോ സസ്പെൻഷൻ്റെ സ്പെക്ക് അതാണ്. 180 mm ആണ് അതിൻ്റെ ട്രാവൽ വരുന്നതും. അതുപോലെ തന്നെ ഇത് BTO അതുകൊണ്ട് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. കണ്ടില്ലേ, ബാക്കിലേക്ക് വരാണെന്നുണ്ടെങ്കിലും നമുക്ക് ഡാമ്പിങ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു സസ്പെൻഷൻ സെറ്റപ്പാണ്. ഡാമ്പിങ്ങും അതുപോലെ തന്നെ നമുക്ക് പ്രീലോഡും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇതിൽ. ഇതും എൻഡ്യൂറൻസിൻ്റെ തന്നെ യൂണിറ്റ് ആണ്. വണ്ടിയുടെ ടാങ്ക് സൈസ് വരുന്നത് 12.5 ലിറ്ററാണ്. നല്ല വലിപ്പമുള്ള ടാങ്ക്. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ബൾക്കി ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ട്. സോ വണ്ടിക്കകത്തിരിക്കുമ്പോൾ നമുക്ക് നല്ല ഒരു വലിയ ബൈക്കിലിരിക്കുന്ന ഫീലും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഹാൻഡിൽ ബാർ നോക്കിയാൽ തന്നെ കണ്ടില്ലേ, ഒരു ചെറിയ ഗോൾഡൻ കളേർഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാറാണ്, കാണാൻ രസമുണ്ട്. അതുപോലെ തന്നെ ഇത് ടേപ്പർ ടൈപ്പ് ഹാൻഡിൽ ബാറാണ്. അറ്റത്തേക്ക് വരുമ്പോഴത്തേക്ക് കനം കുറഞ്ഞ് നടുക്കത്തേക്ക് വരുമ്പോൾ കനം കൂടിയാണ്. സോ നമുക്ക് ഹാൻഡ്ലിംഗ് ഒക്കെ തന്നെ കുറച്ചും കൂടെ നല്ലതായിരിക്കും. മീറ്റർ കൺസോളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 5 ഇഞ്ച് TFT കളർ ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഇത് RTR 310 നമ്മൾ കണ്ടുള്ള അതേ ഡിസ്പ്ലേ തന്നെയാണ്. പക്ഷേ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് മോഡലും കാര്യങ്ങളൊക്കെ തന്നെ വ്യത്യാസം വരുന്നുണ്ട്. 4 റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട്: അർബൻ, റെയിൻ, ടൂർ, റാലി. അപ്പോൾ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ മാറുന്നത് നിങ്ങൾ കണ്ടു. അതുപോലെ തന്നെ ഇതിനുള്ളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രിപ്പ് ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേ ട്രിപ്പ്, ട്രിപ്പ് A, ട്രിപ്പ് B, ട്രിപ്പ് C എന്നിങ്ങനെ 3 ട്രിപ്പ് മീറ്റേഴ്സ് വരുന്നുണ്ട്. ലാമ്പ് കൺട്രോളിലോട്ട് വയ്ക്കാൻ ഹെഡ് ലാമ്പിൻ്റെ മോഡ് കൺട്രോൾ ചെയ്യാം. അത് ഓട്ടോ മോഡ് വേണോ വേണ്ടോ എന്നുള്ളത്, അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റിയും ഓട്ടോയും ഓണും വേണോ എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ടേക്ക് മീ ഫംഗ്ഷനും ഓൺ ഓഫ് ചെയ്യണോ, അല്ലെങ്കിൽ എത്ര സെക്കൻഡ് നിങ്ങളുടെ വണ്ടിയുടെ ആ ഒരു ഫംഗ്ഷൻ ഓണായി കിടക്കണം എന്നുള്ളതൊക്കെ തന്നെ ഇതിന് കാണാൻ സാധിക്കും. ഇതിനെപ്പറ്റി ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്, അതിൽ നമുക്ക് നോക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത് വെറുതെ കൂടി പോകാനായിട്ട് അത് കാരണമാവും. സ്വിച്ച് കേസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള പരിചയത്തിലുള്ള സ്വിച്ചൊക്കെ തന്നെയാണ് TVSൻ്റെ നേരത്തെയുള്ള മോഡൽസ്. ഇവിടെ ഒരു ജോയ്സ്റ്റിക്ക് വരുന്നുണ്ട്, ക്രൂസ് കൺട്രോളിൻ്റെയും ഹസാർ ലാമ്പിൻ്റെയും സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്, ഹൈ ബീം ലോ ബീം പാസ് സ്വിച്ച് അവിടെ വരുന്നുണ്ട്, താഴെ ഹോണ്, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ. ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് പവർ ബട്ടണും വരുന്നുണ്ട്. സോ സിംഗിൾ ടച്ച് സ്റ്റാർട്ടാണ്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടായി. നമ്മൾ ക്രാങ്ക് ചെയ്ത് പിടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്കിതിൽ അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് ആണ് വരുന്നത്. കണ്ടില്ലേ, ആ ഒരു ബ്രേക്ക് ലിവറും ഈ ഒരു ക്ലച്ച് ലിവറും നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത്. ഇനി സീറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 835 mm ആണ് ഇവാനത്തിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. നോർമലി അഡ്വഞ്ചർ ബൈക്സിന് കുറച്ച് സീറ്റ് ഹൈറ്റ് കൂടുതലായിരിക്കും, പക്ഷേ ഇത് മാനേജബിൾ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. റിവ്യൂവിൽ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാം. സീറ്റ് നോക്കി കഴിഞ്ഞാൽ നല്ല വൈഡാണ്, നല്ല കുഷ്യൻഡ് ആയിട്ടുള്ള സീറ്റാണ്. 2 പേർ ഇരിക്കാനായിട്ടുള്ള ഇഷ്ടംപോലെ സ്പേസ് നമുക്കിതിൽ കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതിന് പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രാബ് റെയിൽ വിത്ത് ലഗേജ് കാരിയറാണ് ഇതിൽ വന്നിരിക്കുന്നത്. സോ TVSൻ്റെ ആക്സസറീസിൽ നിന്ന് നമുക്ക് ഇതിന് ടോപ്പ് ബോക്സും കാര്യങ്ങളൊക്കെ തന്നെ ഫിറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സാഡിൽ സ്റ്റേസും കാര്യങ്ങളൊക്കെ തന്നെ അവർ ആക്സസറി ലിസ്റ്റിൽ ഓഫർ ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ ഫ്രെയിം വരുന്നത് സ്റ്റീൽ ട്രെല്ലിസ് ഫ്രെയിമാണ്. ആ വൈറ്റ് കളറിൽ കാണുന്നതാണ് ഇതിൻ്റെ ആ ഒരു ഫ്രെയിം എന്ന് പറയുന്നത്. സോ ആ ഒരു ലുക്കും കൊള്ളാം. അതുപോലെ തന്നെ ഫംഗ്ഷനലി ആണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫ്രെയിം കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി എഞ്ചിനിലേക്ക് വരുമ്പോഴാണ് ഗൈസ് കളി മാറുന്നത്. വാനിൽ വന്നിരിക്കുന്നത് പുതിയ 299.1 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് DOSC 4 സ്ട്രോക്ക് എഞ്ചിനാണ്. മാക്സിമം 36 PS പവർ ഇത് പ്രൊഡ്യൂസ് ചെയ്യും. 9000 RPM. അതുപോലെ തന്നെ 28.5 Nm ടോർക്ക് 7000 RPM പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ എഞ്ചിനാണ്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇതിൻ്റെ കൂടെ വരുന്നത്. അതുപോലെ തന്നെ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചും വരുന്നുണ്ട്. റൈഡ് മോഡ്സിന് ഞാൻ നേരത്തെ പറഞ്ഞത്. ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂളിംഗ് എഫിഷ്യൻസി കൂട്ടാനും വേണ്ടി ഇവിടെ ഒരു ഇത് കണ്ടില്ലേ, കൂളിംഗ് എഫിഷ്യൻസി കൂട്ടാൻ മാത്രമല്ല റൈഡറുടെ കംഫർട്ട് കൂട്ടാനും വേണ്ടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു റേഡിയേറ്ററിൽ നിന്ന് വരുന്ന കാറ്റ് ചാനൽ ചെയ്ത് പോകാനും വേണ്ടിയുള്ളൊരു പാസേജാണ് ഈ കാണുന്നത്. സോ നേരെ വണ്ടിയുടെ അടിയിലോട്ട് മാത്രമേ ആ കാറ്റ് പോകുള്ളൂ. സൈഡിലോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ റൈഡറിൻ്റെ സൈഡിലേക്കോ കാറ്റടിച്ച് വന്ന് നമുക്കൊരു ബുദ്ധിമുട്ട് സിറ്റി ട്രാഫിക്കിൽ ഓടിക്കുമ്പോഴെങ്കിൽ ഹാർഡ് കോർ ഓഫ് റോഡ് ഓടിക്കുന്ന സമയത്തൊക്കെ തന്നെ ഓവർ ഹീറ്റ് ആയിട്ട് നമ്മുടെ കാലിലോട്ട് അടിക്കും എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. വലിയൊരു റേഡിയേറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രാഷ് ഗാർഡും കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ കൂടെ ആക്സസറി ആയിട്ട് വരുന്നുണ്ട്. ഈ കാണുന്ന ബാഷ് പ്ലേറ്റ് ഇപ്പോൾ ഫൈബറാണ്, പക്ഷേ നമുക്കിത് മാറ്റിയിട്ട് മെറ്റലിൻ്റെ ഒരെണ്ണം വെക്കാനും TVS ഒരു ഓപ്ഷൻ തരുന്നുണ്ട്. സോ അതും
അവിടെ അവൈലബിൾ ആണ്. ഫുഡ് പാക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടിപ്പിക്കൽ അഡ്ജസ്റ്റ് സ്റ്റൈൽ ഫുഡ് പാക്സ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് റബ്ബർ പാഡിങ്ങൾ വരുന്നുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആ ഓഫ് റോഡ് ടൈമിൽ കുറച്ചും കൂടെ ഗ്രിപ്പ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കണ്ടില്ലേ ആ ഒരു ബ്രേക്ക് പെഡലിൻ്റെ ഒക്കെ ഡിസൈൻ നല്ല ഒരു മുള്ളു പോലെ ചെയ്തിരിക്കുന്നുണ്ട്. തന്നെ ഗ്രിപ്പൊക്കെ പ്രോപ്പറായിട്ടും എക്സോസ്റ്റ് ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കാരണം RTR 310 സീരീസിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കുറ്റം പറഞ്ഞിരുന്നതാണ് എൻ്റെ എക്സോസ്റ്റ് ഡിസൈനെ പറ്റി. പക്ഷേ ഇതിൽ വരുമ്പോഴത്തേക്ക് ഡിഫറൻ്റ് ആണ്. എങ്ങനെയുണ്ട് ഈ ഒരു എക്സോസ്റ്റ് ഡിസൈൻ എന്നുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരുന്നു. ബാക്കിൽ ബ്രേക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 240 mm പെറ്റൽ ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. അതും സിംഗിൾ പിസ്റ്റൺ ഫ്ലോട്ടിംഗ് ടൈപ്പ് കാലിപ്പറാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലേക്ക് പോകണമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലാണ് നമുക്ക് ഡിസ്ക് വരുന്നത്. 320 mm ഡിസ്ക് ബ്രേക്കാണ്, പെറ്റൽ ഡിസ്ക് ബ്രേക്കാണ്. അതിൽ കൊടുത്തിരിക്കുന്നത് റേഡിയലി മൗണ്ടഡ് 4 പിസ്റ്റൺ കാലിപ്പറും കൂടിയാണ്. ഈ കാലിപ്പറിൻ്റെ ബ്രാൻഡിൻ്റെ പേര് TVS എങ്ങും മെൻഷൻ ചെയ്യുന്നില്ല. അവർ പറയുന്നത് അവരുടെ കൂടെ വർഷങ്ങളോളം ഉണ്ടായിരുന്ന ഒരു വെണ്ടറിൽ നിന്ന് തന്നെ വെച്ചിരിക്കുന്ന ഒരു ബ്രേക്ക് കാലിപ്പറാണ്. അവരുടെ ഒട്ടുമിക്ക അപ്പാഷ മോഡൽസിലും എല്ലാം അവർ യൂസ് ചെയ്യുന്ന ബ്രേക്ക് കാലിപ്പർ ബ്രാൻഡാണെന്നൊക്കെ ഉള്ളതാണ്. അതാണ് അതിൻ്റെ കാര്യം. സ്പെക്ക് നൈസാണ്, നമുക്ക് നല്ല ഒരു സ്പെക്ക് തന്നെ കിട്ടുന്നത്. സിൻഡഡ് പാർട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റീൽ ബ്ലേഡഡ് ബ്രേക്ക് ലൈൻസ് നമുക്കിതിൽ കിട്ടുന്നുണ്ട്. സോ ഒരു ബെറ്റർ ബ്രേക്കിംഗ് ഫീഡ്ബാക്കിന് വേണ്ടി അതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഗിയർ ബോക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 6 സ്പീഡ് ഗിയർ ബോക്സ് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട്. അതുപോലെ സ്വിങ്ങാം നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ അലൂമിനിയം സ്വിങ്ങാമാണ് കൊടുത്തിരിക്കുന്നത്, കാസ്റ്റ് അലൂമിനിയം സ്വിങ്ങാം. ഇതിപ്പോൾ BTO വേരിയൻ്റ് ആയതുകൊണ്ടാണ് ബ്രാസ് ചെയിൻ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ടൈപ്പ് ചെയിൻ ആയിരിക്കും വരുന്നത്. പക്ഷേ ഇത് കാണാൻ രസമുണ്ടല്ലേ. 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വണ്ടിക്ക് വരുന്നത്. അതുപോലെ തന്നെ 180 kg ആണ് ഈ ഒരു വാഹനത്തിൻ്റെ വെയിറ്റ് വരുന്നത്. ഇനി നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേട്ട് നോക്കാം. ബാറ്ററി ഡൗൺ ആയി, ബാറ്ററി ഡൗൺ ആയി ഗൈസ്. അതുപോലെ ഈ ഇരിക്കുന്നതിൻ്റെ ഒരു കളർ ഓപ്ഷനാണ് ഈ ഒരു ബ്രൗൺ കാണുന്നത്. ഇത് ടോപ്പ് വേരിയൻ്റ് ആണ് ഈ ഒരു വണ്ടിയുടെ എന്ന് പറയുന്നത്. കാരണം ഇതിൽ നമുക്ക് ബാക്കിൽ നോക്കിയാൽ ഇങ്ങനെ ഗ്രാബ് റെയിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും വരുന്നുണ്ട് ഈ മീറ്റർ കൺസോളിൽ. അയ്യോ അത് ഞാൻ മുമ്പ് പറഞ്ഞാൽ വിട്ടുപോയൊരു സംഭവമാണ് ഗൈസ്. ഇതിൽ മാപ്പ് പെയറിങ് വരുന്നുണ്ട്. അതായത് സ്ക്രീൻ മിററിങ് വഴിയിട്ട് നമുക്കിതിൽ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ മാപ്പ് തന്നെ കിടിലം ഫീച്ചറാണിത്. അപ്പം അതും പറ്റും. ഫോൺ ലോക്ക് ആവാണ്ടിരിക്കാനായിട്ട് അവരുടെ ആപ്പിൽ മറ്റു അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സ്ക്രീനിൻ്റെ ഇത്രയും വലുപ്പത്തിൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഗൂഗിൾ മാപ്പ് ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കോൾ അലേർട്ട് ബാക്കി എല്ലാ കണക്ടിവിറ്റി പരിപാടികളും വരുന്നുണ്ട്. എന്നാൽ ബേസ് വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അത് കാണാൻ സാധിക്കില്ല. ബേസ് വേരിയൻറ്റിൽ കണക്ടിവിറ്റി ഫീച്ചറേ നമുക്ക് വരുന്നില്ല. ഈവൻ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി പോലും നമുക്ക് ഈ ഒരു ബേസ് വേരിയൻറ്റിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കാരണം ഇതിൻ്റെ പ്രൈസും അതുപോലെ അഗ്രസീവായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് അങ്ങനെയുള്ള കണക്ടിവിറ്റി പരിപാടികളൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു ബേസ് വേരിയൻറ്റ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇതല്ലാണ്ട് ഈ ഒരു ബേസ് വേരിയൻറ്റിൻ്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ഗ്രാബ് റെയിൽ ആണ്. കണ്ടില്ലേ നോർമൽ ടൈപ്പ് ഒരു ഗ്രാബ് റെയിൽ മാത്രമാണ് ഇതിൽ വന്നിരിക്കുന്നത്. ക്യാരിയർ ഇവിടെ കൊടുത്തിട്ടില്ല. എന്നാൽ നമ്മൾ ആ ഒരു ടോപ്പ് വേരിയൻറ്റോ അല്ലെങ്കിൽ BTO വേരിയൻറ്റോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ക്യാരിയറും കൂടെ ആഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇതാണ് മേജർ വ്യത്യാസം ഇത് തമ്മിൽ. അതുപോലെ തന്നെ ക്വിക്ക് ഷിഫ്റ്റർ ബേസ് വേരിയൻറ്റിൽ നമുക്ക് ക്വിക്ക് ഷിഫ്റ്റർ അവൈലബിൾ അല്ല. എന്നാൽ ടോപ്പ് വേരിയൻറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് ക്വിക്ക് ഷിഫ്റ്റർ അവൈലബിൾ ആണ്. അപ്പോൾ ബ്രൗൺ കളർ നിങ്ങൾ ഓൾറെഡി കണ്ടു. ഇതാണ് അടുത്ത കളർ ഓപ്ഷൻ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. കണ്ടില്ലേ നമുക്ക് ടാങ്കിൻ്റെ ഭാഗം ബ്ലാക്ക് വരുന്നുണ്ട്. ബാക്കിയൊക്കെ തന്നെ വണ്ടിയുടെ ഓൾമോസ്റ്റ് എല്ലാ മോഡലും സെയിം ആണ്. അടുത്തത് ഈ കളറാണ്. കണ്ടില്ലേ ബ്ലൂ കളർ അത്യാവശ്യം നൈസ് ഒരു കളറാണ്. എനിക്ക് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിക്കാം. ബ്ലൂ കാണാൻ നല്ല രസമാണ്. അങ്ങനെ 4 കളർ ഓപ്ഷൻസിലാണ് ഇത് കിട്ടുന്നത്. ഫൈനലി നമ്മുടെ ഈ കളറാണ് വരുന്നത് BTO കളർ. ഈ ഒരു ഗ്രീന് ഇത്രയും കളേഴ്സിൽ നിന്നും ഈ കളർ മാത്രമാണ് മാറ്റ് ഫിനിഷിൽ നമുക്ക് വരുന്നത്. കണ്ടില്ലേ ഇത് മാറ്റ് ഫിനിഷാണ് വന്നിരിക്കുന്നത്. എന്നാൽ ബാക്കി കളേഴ്സ് ഒക്കെ തന്നെ നമുക്ക് ഗ്ലോസി ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. സോ അവിടെ ഒരു വൈറ്റ് ഉണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചില്ല. വൈറ്റ് കളറാണ് കുറച്ചുകൂടി ഒരു ക്ലാസിക് ലുക്കുള്ള ഒരു വൈറ്റ് കളർ ഓപ്ഷൻ നമുക്ക് ഈ ഒരു വണ്ടിയിൽ കിട്ടുന്നുണ്ട്. അങ്ങനെ വീഡിയോ എടുത്ത് രാത്രിയായി. അപ്പോൾ പ്രൈസിനെ പറ്റിയിട്ട് പറയാം. സ്റ്റാർട്ടിങ് ഫ്രം 1.99 lakhs എക്സ് ഷോറൂം. ഇൻട്രൊഡക്ടറി പ്രൈസ് ആണ്. എങ്കിൽ കൂടിയും ആ ഒരു പ്രൈസ് നിങ്ങളൊന്ന് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. ഞാൻ എന്താണെന്ന് ഞാൻ പറയാൻ പറ്റത്തില്ല. 1.99 ബേസ് വേരിയൻറ്റിന്, 2.17 ടോപ്പ് വേരിയൻറ്റിന്, BTO വരുമ്പോഴത്തേക്ക് 2.29 lakhs എന്നുള്ളതാണ് എക്സ് ഷോറൂം പ്രൈസിങ് ഇപ്പോൾ ഉള്ളത്. സോ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പ്രൈസിനെ പറ്റി തോന്നുന്നുള്ളൂ, വണ്ടിയെ പറ്റി തോന്നുന്നുള്ളൂ. അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ TVS ഒത്തിരി ആക്സസറീസ് ഓഫർ ചെയ്യുന്നുണ്ട്. ലൈക്ക് പാനിയർ ബോക്സ്, അതുപോലെ തന്നെ സാഡിൽ സ്റ്റേ, ടോപ്പ് ബോക്സ് ചെയ്യാനുള്ള മൗണ്ട്, അതുപോലെ തന്നെ എൻജിൻ ഗാർഡ്, ടാങ്ക് ഗാർഡ്, പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ബീക്ക്. ഇതിനിപ്പോൾ ബീക്ക് വരുന്നില്ല. സോ ഒരു അഡ്വഞ്ചർ ബൈക്കിൻ്റെ ഒരു ബീക്കും കൂടെ അവർ ആക്സസറി ലിസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. നക്കിൾ ഗാർഡ്സ് ആക്സസറീസിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചാർജർ, USB ചാർജർ നമുക്കിപ്പോൾ ടോപ്പ് മോഡലൊക്കെ ചാർജർ ഇരിപ്പുണ്ട്. ഇനി അതല്ലാണ്ട് ബേസ് മോഡലുകാർക്കും വേണമെന്നുണ്ടെങ്കിൽ ചാർജർ നിങ്ങൾക്ക് വാങ്ങിച്ച് ഫിറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ മൊബൈൽ ഹോൾഡർ, അതും വൈബ്രേഷൻ ഡാമ്പിങ് ഉള്ളത് ഇന്നലെ ഞാനവിടെ കണ്ടതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ടയർ ഹഗർ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ആക്സസറീസ് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. പ്ലസ് റൈഡിംഗ് ഗിയേഴ്സ്, അതായത് TVS ആൽപൈൻ സ്റ്റാർ കൊളാബറേഷനിലുള്ള റൈഡിംഗ് ഗിയേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പം വണ്ടിയുടെ കൂടെ കിട്ടത്തില്ല, പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. പക്ഷേ സ്റ്റിൽ ആ ഒരു ബ്രാൻഡിങ്ങും ആ ഒരു ക്വാളിറ്റിയിലുള്ള സാധനം നിങ്ങൾക്ക് TVSൻ്റെ ഭാഗത്തു നിന്ന് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ ഷോറൂംസ് ത്രൂ നിങ്ങൾക്ക് അത് വാങ്ങാനും പറ്റുന്നുണ്ട്. സോ ആ ഒരു സർവീസും കൂടി ഇപ്പം ഇതിനോടൊപ്പം തരുന്നുണ്ട്. സോ പ്രോപ്പർ അഡ്വഞ്ചർ സ്റ്റൈലിങ്ങിൽ നിങ്ങൾക്ക് സേഫായിട്ട് ഇനി ട്രെയിൽസ്, ലോങ് ട്രാവൽസ്, സിറ്റി റൈഡ്സ് എല്ലാം തന്നെ എൻജോയ് ചെയ്യാൻ സാധിക്കുന്നതാണ് പുതിയ TVS അപ്പാഷെ RTXലൂടെ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായും ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് മറക്കണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ
റൈഡൂടെ കഴിഞ്ഞിട്ട് കാണാം. ബൈ.